ശ്രീജിത്ത് CPM-ന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ അവിടെ മുഖ്യമന്ത്രി എത്തിയിട്ടുണ്ട്. തന്നെയുമല്ല, അവിടെയാണ് ഇനി ഈ പതാക ഉയർത്തലിന് ശേഷം സംസ്ഥാന കമ്മിറ്റി ചേരാൻ പോകുന്നത്. അപ്പോൾ ഈ സമ്മേളന വേദിയിലെ മറ്റു കാര്യങ്ങളൊക്കെ ഇന്ന് തീരുമാനിക്കപ്പെടുകയാണ്. ശ്രീജിത്ത്, മുഖ്യമന്ത്രി അവിടെ എത്തിയല്ലോ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ. ഇപ്പോൾ പതാക ഉയർത്തലിന് ശേഷം സംസ്ഥാന കമ്മിറ്റി അവിടെ ചേരാൻ പോവുകയാണ്. പ്രസിഡിയം തീരുമാനിക്കണം, വിവിധ കമ്മിറ്റികൾ ഇതിൻ്റെ ഭാഗമായി തീരുമാനിക്കണം. അപ്പോൾ അത്തരം സാങ്കേതികമായ ഒരു സമ്മേളനത്തിലെ സാങ്കേതിക നടപടിക്രമങ്ങൾ ഇനി അവിടെ ബാക്കിയുണ്ടല്ലേ? വിജയകുമാർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്പം മുമ്പാണ് കൊല്ലത്ത് CPIM-ന്റെ ഓഫീസിലെത്തിയത്. അദ്ദേഹം ഇവിടെ നേതാക്കളുമായുള്ള ചർച്ചയിലാണ്. ഇനി ഈ കൊല്ലത്ത് അദ്ദേഹം 3-4 ദിവസം ക്യാമ്പ് ചെയ്യുന്നു സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക്. ഇതിന് ഇവിടെ ഈ കൊല്ലത്ത് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്നാണ് ഈ പൊതുസമ്മേളന നഗരിയായ ആശ്രമം മൈതാനിലേക്ക് പോകുന്നത്. പതാക ഉയർത്തൽ അടക്കമുള്ള ചടങ്ങുകൾക്ക് മുഖ്യമന്ത്രി അടക്കമുള്ള നേതാക്കന്മാരുടെ സാന്നിധ്യം ഉണ്ടാകും. അതിനുശേഷമാണ് 7 മണിക്ക് ഇവിടുത്തെ CPIM-ന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ സംസ്ഥാന കമ്മിറ്റി ചേരുന്നത്. സംസ്ഥാന കമ്മിറ്റിയുടെ അജണ്ട നേരത്തെ വിജയകുമാർ സൂചിപ്പിച്ച പോലെ തന്നെ സമ്മേളന നടത്തിപ്പുമായി ബന്ധപ്പെട്ട പ്രൊസീഡിയം, ഒപ്പം തന്നെ പ്രമേയം, ക്രെഡൻഷ്യൽ, മിനിറ്റ്സ്, ഈ കമ്മിറ്റികളുടെ തിരഞ്ഞെടുപ്പാണ്. സെക്രട്ടേറിയറ്റ് തയ്യാറാക്കുന്ന നിർദ്ദേശം സ്റ്റേറ്റ് കമ്മിറ്റിയിൽ അവതരിപ്പിച്ച് അംഗീകാരം നേടുക എന്ന ചടങ്ങുകൾ അജണ്ട മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ ഈ യോഗം പൂർത്തിയാകും. ഒപ്പം തന്നെ എത്ര മണിക്കൂറാണ് പൊതുചർച്ച, പിന്നെ അതോടെ തന്നെ നവകേരള രേഖയിൽ എത്ര മണിക്കൂർ ചർച്ച തുടങ്ങിയ കാര്യങ്ങളൊക്കെ അന്തിമമായി തീരുമാനിക്കപ്പെടുന്നതും ഇവിടെയാണ്. എന്തായാലും നവകേരള രേഖയിന്മേൽ മാത്രം ഏതാണ്ട് 4 മണിക്കൂർ ചർച്ചയാണ് ഇപ്പോൾ ക്രമീകരിച്ചിരിക്കുന്നത്. അത്തരം വിശദാംശങ്ങൾ സംസ്ഥാന കമ്മിറ്റിക്ക് ശേഷം ലഭ്യമാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, താങ്ക് യു. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്.